എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കനകക്കുന്നിലോട്ടാണ്. ഇപ്പോൾ 2026 വർഷത്തെ ഓണം വാരാഘോഷം ആരംഭിച്ചിട്ടുണ്ട്. 24-ാം തീയതിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ആ ഉദ്ഘാടന ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ കവടിയാറാണ് നിൽക്കുന്നത്. അപ്പോൾ കവടിയാർ മുതൽ ഏകദേശം മണക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ലൈറ്റ് ഇട്ടേക്കും. ഇത് നഗരസഭാ മന്ദിരമാണ്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം നഗരസഭാ മന്ദിരം. അതും എല്ലാ വർഷത്തെയും പോലെ ലൈറ്റ് അപ്പ് ചെയ്ത് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയിട്ട് ഒരു പോലീസ് ക്യാമ്പുണ്ട്, നന്ദാവനം പോലീസ് ക്യാമ്പിൻ്റെ ആ ഭാഗത്തെവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് നടന്ന് കനകക്കുന്നിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും എപ്പോഴത്തെയും പോലെ തന്നെ അത്യാവശ്യം ഇലുമിനേഷൻ ലൈറ്റ്സൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വണ്ടി അവിടെ വച്ചിട്ട് നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് കയറി. അപ്പോൾ ഇത് മ്യൂസിയം ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ പതിവ് കാഴ്ചകൾ നമുക്ക് നമ്മുടെ കൺമുമ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ല. സാധാരണ എല്ലാ വർഷവും ഈ ഉദ്ഘാടന ദിവസവും തന്നെ ഭയങ്കര തിരക്കാണ്, നമുക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നുമില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് തന്നെ, അതായത് നമ്മൾ ചെന്ന് കയറിപ്പോൾ നിൽക്കുന്ന അവിടെ തന്നെ ഒരു ഇരുട്ടടങ്ങി കിടക്കുന്നത് പോലെ തോന്നി. പ്രത്യേകിച്ച് ഒരു ആകർഷണമോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ്സോ കാര്യങ്ങളോ വലുതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല. ഒരു LED സ്ക്രീന് മാത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫുള്ള് ചുറ്റും നോക്കിയപ്പോൾ തന്നെ ഒരു മൊത്തത്തിലൊരു എപ്പോഴത്തെയും പോലത്തെ ഒരു പൊലിമയോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്സിൻ്റെ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ അകത്തോട്ട് കയറിയപ്പോഴും നമുക്ക് കണ്ട അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ എല്ലാ വർഷവും കാണുന്നത് ആ ഒരു ഭംഗി നമുക്ക് ഒരിടത്തും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്. എല്ലാ വർഷവും നമ്മൾ വരുമ്പോൾ ഉള്ള അതേ എക്സ്പെക്റ്റേഷനിൽ തന്നെ വന്നപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ഒരു ആർച്ച് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇതിനകത്തൊന്നുമില്ല, വെറും ആർച്ച് മാത്രമാണ്. തൊട്ടപ്പുറത്ത് എന്തോ റോബോട്ടിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ചെറിയൊരു സ്റ്റാൾ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഒരു ദിവസം കനകക്കുന്ന് കൊട്ടാരത്തും കാണാൻ വരുമ്പോൾ ഉള്ള അതേ ഒരു സംഭവം. ഇതാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാ വർഷവും ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും, വലിയ രീതിയിലുള്ള ഒരു ലൈറ്റ് വർക്കൊക്കെ കാണും. സോ ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിനകത്ത് ഒരു ഗാനമേള നടക്കുന്നുണ്ട്. അത് ഭയങ്കര വൈബാണ് കേട്ടോ. അത് അത്യാവശ്യം പണിയേറിയാന്നുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. കിട്ടിലം ഒരു ഗാനമേള നടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ആവേശം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് മൊത്തം ഒരു ദാരിദ്ര്യമാണ്. അതായത് എന്തിനോ വേണ്ടി ചെയ്തു വച്ചേക്കുന്നത് പോലെ ഒരു ഓണം വരികയല്ലേ സാധാരണ ഒരു വാരാഘോഷം നടത്താറുള്ളതല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എന്തോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എക്സൈറ്റായിട്ട് വന്ന് കാണാൻ ഭാഗത്തിന് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇത് അറിഞ്ഞിട്ട് തന്നെ തോന്നുന്നു, സത്യം പറഞ്ഞാൽ ഒട്ടും തിരക്കില്ലായിരുന്നു. ഇനി തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം, ഈ കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വാക്ക് വേ, പണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് സെൽഫി പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇഷ്ടംപോലെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഫുൾ ഇലുമിനേഷൻ കൊണ്ട് നിറയുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ഭയങ്കര ഭംഗിയാണ്. ഈ ഭാഗത്തൊക്കെ കുറേ കോടിമുണ്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്, കുറേ വെള്ളമുണ്ട് കൊണ്ടൊരു ഒരു നടപ്പന്തൽ കെട്ടി കുറച്ച് കുരുത്തോലം കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ശോകം പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടൊന്ന് മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും ഒരു എക്സൈറ്റഡ് എലമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക.
ഇത് നമ്മൾ കനകക്കുന്ന് ആ ഒരു കോമ്പൗണ്ടിനകത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. സോ ഇതല്ല സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. കാര്യം ഈ കയറി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത് വയ്ക്കും. കാര്യം ഇവിടെയൊക്കെ നല്ല ഇരുട്ടടങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു മൊത്തത്തിലൊരു അഭംഗി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വരുന്നതുകൊണ്ട് എല്ലാ വർഷത്തെ എക്സ്പെക്റ്റേഷനും വന്നപ്പോൾ അത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ചെറിയ ചെറിയ പവലിയൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സിനിമാ പ്രദർശനം. അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. എല്ലാ വർഷങ്ങളിലും ഓരോ വകുപ്പ്, അതായത് ഇപ്പോൾ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെയൊക്കെ ഒരു സ്റ്റാളുണ്ടാവും. അത് അത്യാവശ്യം നല്ല വിപുലമായ രീതിയിൽ തന്നെ സ്റ്റാളുണ്ടാവും. അവിടെയൊക്കെ ഓരോ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ജയിൽ വകുപ്പൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ അറിവുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു മൈതാനം പോലെ കിടക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷേ സ്റ്റേജിലൊന്നും ഒരു പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നുമില്ല തന്നെ, ഇല്ല, ലൈറ്റ്സ് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ല. ഇതാണ് കനകക്കുന്ന് കൊട്ടാരം. കനകക്കുന്ന് കൊട്ടാരത്തിൽ ടിപ്പിക്കലി ഇതിനകത്ത് നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങൾ അരങ്ങേറുന്നതാണ്. അതായത് കഥകളി, കൂടിയാട്ടം, അതുപോലുള്ള പാരമ്പര്യ കലാരൂപങ്ങൾ പല സമയങ്ങളിലും എല്ലാം ഒരു പ്രാധാന്യത്തോടെ അരങ്ങേറുന്ന ഒരു വേദിയാണ്. പക്ഷേ ഇവിടെ ഒരു വേദിയായിട്ടൊന്നുമില്ല, എന്തോ ഒരു ചെറിയ പ്രദർശനം വച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഉള്ള അവസ്ഥയാണ്. അതായത് നിങ്ങൾ നോക്കുക, ഇത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പല ഭാഗങ്ങളിലും എല്ലാ വർഷങ്ങളിലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മൊത്തത്തിൽ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ആകെപ്പാട് അതിനകത്ത് നടത്തുന്ന ഒരു ഗാനമേളയാണ് മൊത്തത്തിലൊരു വൈബ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴാണ് സ്റ്റാളുകളുള്ളത്. സ്റ്റാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരമേളയാണല്ലോ. അപ്പോൾ വ്യാപാരമേളയിലായിരുന്നാലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ. അതും തന്നെ വലിയ രീതിയിൽ വിപുലമായ രീതിയിലുള്ള സ്റ്റാളുകളൊന്നും ഉള്ളൂ. ഒരു 3, 4, 5 സ്റ്റാൾസേ ഉള്ളൂ. അതിൽ തന്നെ വലിയ രീതിയിൽ ആൾക്കാരും വന്നിട്ടില്ല. കൂടുതലും വലിയ ഈ വാഹനങ്ങളുടെ ചെറിയ രീതിയിലുള്ള കമ്പനീസും മറ്റ് കാര്യങ്ങളും മാത്രമേ വന്നിട്ടുള്ളൂ. വലിയ രീതിയിലൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴായിരുന്നാലും നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിലൊരു നിർജീവാവസ്ഥയിലാണ് കിടക്കുന്നത്. വലിയ ആൾക്കൂട്ടവും ബഹളവും ഒന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റാള്. ഈ സ്റ്റാളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ അമാര ചോയ്സിൻ്റെ ചെറിയൊരു സ്റ്റാളുണ്ട്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനത്തുള്ള ഫുഡ് കോർട്ടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഈ സാധാരണ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്ര വിപുലമായിട്ടാണ് എല്ലാ പ്രാവശ്യവും ഫുഡ് കോർട്ട് സെറ്റ് ചെയ്യുന്നതെന്ന്. ഇതൊരു കാട്ടിക്കൂട്ടിയുള്ളൊരു ഫുഡ് കോർട്ടായിപ്പോയി. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഇതെല്ലാം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള ഭാഗമാണ് കേട്ടോ. മൊത്തത്തിൽ ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ്. ആകെപ്പാടെ കുറച്ച് ഹാലജൻ ലൈറ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ കുറ്റം പറയുന്നു എന്ന് ഒരിക്കലും പറയരുത്. തീർച്ചയായും നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അനുഭവിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ല. സോ അത് എടുത്ത് പറയുന്നതാണ്. ഏതൊരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട് ഇതിനൊരുമാതിരി എന്താ പറയുക, ഈ ഒരു നമ്മുടെ കനകക്കുന്നിൻ്റെ ആ ഒരു ശോഭ കെടുത്തിയതുപോലെ തോന്നി, മനഃപൂർവ്വം കെടുത്തുന്നത് പോലെ തോന്നി. ആകെപ്പാടെ ഉള്ളത് ഈ റോഡ് സൈഡിലുള്ള ഈ കുറച്ച് ലൈറ്റ് വർക്ക്സ് മാത്രമാണ്. അത് തന്നെയും അത്ര മനോഹരമായിട്ടല്ല ചെയ്തിട്ടുള്ളതെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ റോഡ് സൈഡുകളിലും പിന്നെ തൊട്ടപ്പുറത്ത് വാട്ടർ അതോറിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പാർക്കിലും കുറേ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ എക്സൈറ്റഡ് ആയിട്ട് ഒന്നുമില്ല. അപ്പം കനകക്കുന്നിൽ ലൈറ്റ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ബ്ലോക്കും താണ്ടി വരേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രോഗ്രാംസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഗ്രാം ചാർട്ടുകളും ഏത് വേദിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതാത് വേദികളിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് വരാം. ഇപ്പോൾ പ്രോഗ്രാം നമ്മളെ കലാകാരന്മാർ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് കനകക്കുന്നിൻ്റെ എല്ലാ വർഷത്തെയും ഒരു കാഴ്ച എക്സ്പെക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെട്ട് പോകേണ്ടി വരും. അപ്പോൾ അടുത്ത വർഷമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരു ആഘോഷം സംഘടിപ്പിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അവസാനത്തെ ഓണം വാരാഘോഷത്തിൻ്റെ ഘോഷയാത്രയുണ്ട്. അതും അത്യാവശ്യം, അത് ഇനി എങ്ങനെയാണ് അതും തൊലയാതിരിക്കട്ടെ എന്ന്
ആഗ്രഹിച്ചുകൊണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കനകക്കുന്നിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.